നമ്മളോടൊപ്പം ഇപ്പോൾ കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനാണുള്ളത്. സർ, ഇന്ന് നിശബ്ദ പ്രചരണമാണ്, പരസ്യ പ്രചരണം അവസാനിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഇന്നത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രതീക്ഷ? പ്രചരണം ഇന്നലെ വൈകുന്നേരം കൊണ്ട് അവസാനിച്ചു. ഇന്ന് സ്ഥാപനങ്ങളും വ്യക്തികളെയൊക്കെ കണ്ട് വീണ്ടും പ്രചരണം തുടരുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും വളരെ നല്ല നിലയിലെ കാര്യങ്ങൾ പോകുന്നുണ്ട്. UDF അനുകൂലമായ സാഹചര്യങ്ങളാണ് നിലനിൽക്കുന്നത്. ഒരു സംശയവും കൂടാതെ വിജയിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. UDF അനുകൂലമായി ജനങ്ങൾ വിധിയെഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാണിസാറിൻ്റെ അവസാനത്തെ സ്ഥാനാർത്ഥിയായിരുന്നു മാണിസാർ പ്രഖ്യാപിച്ച ആ ഒരു ഘടകം എങ്ങനെയാണ്, മാണിസാർ എന്ന ഘടകം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മാണിസാറില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 55 വർഷത്തിനിടയിൽ ആദ്യമായി ഉണ്ടായിരിക്കുകയാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ മാണിസാറിൻ്റെ അവസാനത്തെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം മാണിസാർ പിതൃതുല്യനാണ്. എനിക്ക് രാഷ്ട്രീയ ജന്മം നൽകിയ ആൾ മാണിസാറാണ്. അന്ന് മുതൽ ഇന്ന് വരെ എന്നെ സംരക്ഷിച്ചതും മാണിസാർ തന്നെയാണ്. സാറിൻ്റെ സാന്നിധ്യമില്ല എന്നത്, ശാരീരികമായ സാന്നിധ്യമില്ല എന്നത് വളരെ വേദനാജനകമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സ് എന്നും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നും അദൃശ്യനായി അദ്ദേഹം എന്നോടൊപ്പമുണ്ട്. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ പാർലമെൻറ്റിൽ പോവുക എന്നുള്ളത്. അത് സാക്ഷാത്കരിക്കപ്പെടും എന്നതിന് യാതൊരു സംശയവുമില്ല. സാർ, ഇവിടെ ഇന്ന് ഈ നിശബ്ദ പ്രചരണം ഈ അഗതി മന്ദിരത്തിലേക്ക്, മാന്നാനത്തിലെ അഗതി മന്ദിരത്തിലേക്ക് എത്താനുള്ള പ്രചരണത്തിൻ്റെ ഭാഗമല്ല. ഇവിടെ വളരെ നല്ലൊരു സ്ഥാപനം, പാവപ്പെട്ട അഗതികളായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിൽ വരിക എന്നുള്ളത്, ഞാൻ സാധാരണ പല സ്ഥാപനങ്ങളിലും പോകാറുള്ള ആളാണ്. അത് MLA ആയിരുന്നാലും ജനപ്രതിനിധി ആയിരുന്നാലും അല്ലെങ്കിലുമൊക്കെ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ പാവപ്പെട്ട അഗതികളായ ആളുകളുമായിട്ട് ഏതാനും സമയം ചെലവഴിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമല്ല ഇത്. തീർച്ചയായിട്ടും. എന്തായാലും പൂർണ്ണ വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. നിശബ്ദ പ്രചരണത്തിൻ്റെ മണിക്കൂറുകളിലൂടെ കടന്നു പോകുമ്പോൾ തോമസ് ചാഴിക്കാടനും UDFും വലിയ പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. കോട്ടയത്ത് നിന്നും രഞ്ജിത്തിനൊപ്പം ടോബി ജോൺസൺ. പരസ്യപ്രചാരണം അവസാനിച്ചെങ്കിലും തിരക്കിട്ട തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ തന്നെയാണ് കോട്ടയത്തെ LDF സ്ഥാനാർത്ഥിയുമുള്ളത്. എന്തായാലും നമ്മളോടൊപ്പം ഇന്ന് VN വാസവൻ തന്നെയുണ്ട്. സാർ, എങ്ങനെയാണ് ഈ പ്രചരണം അവസാനിച്ചപ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കോട്ടയം പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ചരിത്ര വിജയം നേടാൻ കഴിയും. വലിയ ഭൂരിപക്ഷത്തോടെ ആയിരിക്കും ജയിക്കുക, അതിനൊരു സംശയമില്ല. അതാണ് ഇന്നലെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ബാഹ്യരൂപവും യവനിക വീഴുമ്പോൾ ഉണ്ടായ പൊതുവിലുള്ള പ്രതികരണം. ഇന്നത്തെ ഈ നിശബ്ദ പ്രചരണം എങ്ങനെയാണ്, ആരെയൊക്കെയാണ് കാണുന്നത്? നിശബ്ദ പ്രചരണത്തിൽ ചില പ്രദേശത്ത് ഒറ്റപ്പെട്ട ചില ആളുകളെ കാണാതെ പോയത് കാണുന്നു. അതോടൊപ്പം ഇന്ന് വൈക്കത്താണെങ്കിൽ ജനപക്ഷം പാർട്ടിയിൽ നിന്ന് കുറേ പേർ രാജിവെച്ച് ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള NCPയിലേക്ക് അവർ ചേരുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്നെ വിളിച്ചിരുന്നു. പിന്നെ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിൻറ്റിൻ്റെ മുമ്പിൽ തൊഴിലാളികൾ പോകുന്നിടത്ത് ഒറ്റപ്പെട്ട് അവരെ കാണാൻ കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ഈ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ചില മരണങ്ങൾ, അതുപോലെ ഇതുപോലെ ചില വ്യക്തികളെ കാണൽ, ചില കൂട്ടായ്മകൾ, അങ്ങനെയെല്ലാം നിശബ്ദ പ്രചരണത്തിൻ്റെ ഭാഗമായി ഇന്ന് നടക്കുകയാണ്. അതും വലിയ അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ ഈ സർവേ ഫലങ്ങൾ അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ചും കോട്ടയത്ത് പലപ്പോഴും ത്രികോണ മത്സരത്തിൻ്റെ ഒരു പ്രതീതി കോട്ടയത്തുണ്ട്. എന്നിരുന്നാൽ പോലും ചില സർവേ ഫലങ്ങൾ എതിരായി വരുന്നുണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? 2004 16 സീറ്റ് UDFും 4 സീറ്റ് LDF എന്നായിരുന്നു സർവേ ഫലങ്ങൾ. പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ 18 സീറ്റ് LDFനും 1 സീറ്റ് UDFനും ആയിരുന്നു എന്ന് നമുക്കറിയാം. ഒന്ന് സ്വതന്ത്രം. അത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സർവേ ഫലങ്ങൾ വീണ്ടും UDF അധികാരത്തിൽ വരുമെന്നായിരുന്നു. 77 സീറ്റുകൾ കിട്ടി. അപ്പോൾ അതും റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ 91 സീറ്റ് കിട്ടി. LDF അധികാരത്തിൽ വരികയാണ് ഇന്ന്. അപ്പോൾ സർവേ ഫലങ്ങൾ യാഥാർത്ഥ്യമാകുന്നില്ല, അതിന് ശാസ്ത്രീയ അടിസ്ഥാനം ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവങ്ങളെല്ലാം. മാത്രമല്ല, ചില ചാനലുകളൊക്കെ നടത്തിയിട്ടുള്ളത് ഒരു കൊട്ടത്താപ്പ്, ആരെയോ 4-5 പേരെ കണ്ടൊരു അഭിപ്രായം എഴുതി വെച്ചു എന്നുള്ളത് ഒഴിച്ചാൽ ജനങ്ങളുമായി ബന്ധപ്പെട്ടോ ഓരോ പ്രദേശത്തും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയോ, അവരുടെ പൾസ് മനസ്സിലാക്കിയോ, അവരുടെ മനസ്സിൽ മനസ്സിലാക്കിയോ എടുത്ത ഒരു സർവേ അല്ല യഥാർത്ഥത്തിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലാക്കിയ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാർ മിക്കവാറും ഒരു വീട്ടിൽ 5 പ്രാവശ്യമെങ്കിലും പോയ സ്ഥിതിയാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. പോയി വന്നവർ ഓരോ വോട്ടറെയും കൃത്യമായി പഠിച്ചും അവരുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിയും
അവരുടെ നിലപാട് മനസ്സിലാക്കിയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ റിപ്പോർട്ടാണ് നമുക്ക് അഭിമാനകരമായ വിജയത്തിൻ്റെ പശ്ചാത്തലം വളർന്നു വന്നിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം. അത് സംശയമൊന്നും വേണ്ട, അത് തന്നെയായിരിക്കും റിസൾട്ട്. ഈ 1,20,000 എന്ന ഭൂരിപക്ഷം വളരെ എളുപ്പത്തിൽ മറികടക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഒരു സംശയവുമില്ല. വോട്ടെന്ന് പറയുന്നത് അതാത് കാലഘട്ടത്തെ ജനങ്ങളുടെ വികാര വിചാരങ്ങളുടെ പ്രതിഫലനമാണ്. അപ്പോൾ മുമ്പ് ആ ഭൂരിപക്ഷം കിട്ടുമ്പോൾ ആ ഭൂരിപക്ഷം കിട്ടിയ ആളാണ് കോട്ടയം മണ്ഡലത്തെ ചലിച്ചും വഞ്ചിച്ചും അനാഥമാക്കിയും പോയത്. സ്വാഭാവികമായി വോട്ട് ചെയ്തവരെ വിഡ്ഢികളാക്കിയാണ് ചെയ്തത്. അപ്പോൾ അവർക്കതിലുള്ള അസംതൃപ്തി അവർ രേഖപ്പെടുന്ന രൂപം മുന്നോട്ട് വരും. ഒന്ന്. രണ്ടാമതായി 1,00,000-ൽ പരം പുതിയ വോട്ടുകളുണ്ട്, ന്യൂജൻ. ആ വോട്ടുകൾ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ് പൊതുവിൽ ഭൂരിപക്ഷവും മുന്നോട്ട് വരിക. അത് LDFന് അനുകൂലമാകുന്നു. മൂന്നാമത്തെ കാര്യം, ഈ മണ്ഡലത്തെ അനാഥമാക്കിയ പ്രശ്നവും വീണ്ടും സ്വന്തം സുഖം തേടിപ്പോയതിന് ശേഷം അവർ തന്നെ വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായി നന്നാക്കിക്കൊള്ളാം എന്ന് പറയുന്നത് ജനങ്ങളിൽ വിശ്വാസം ഇല്ലാതായി. അപ്പോൾ അത്തരം സംഭവങ്ങളെല്ലാം ഞങ്ങൾക്ക് ഈ വലിയ ഭൂരിപക്ഷത്തെ മറികടന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം കരസ്ഥമാക്കാൻ കഴിയുന്ന അടിസ്ഥാന കാരണങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് മണ്ഡലത്തിൽ എങ്ങും എവിടെയും കാണുന്ന ഒരു സ്ഥിതിവിശേഷം. തീർച്ചയായിട്ടും അത് തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ MP പാതി വഴിയിൽ വെച്ച് മണ്ഡലത്തെ ഉപേക്ഷിച്ചു എന്ന ആ ഒരു കാരണമാണ് പ്രധാനമായും LDF ഉയർത്തിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ പോരാട്ടം ഇത്തവണ കാഴ്ചവെക്കാൻ സാധിച്ചുവെന്നാണ് VN വാസവൻ പറയുന്നത്. അദ്ദേഹം നിശബ്ദ പ്രചരണത്തിൽ ഇപ്പോൾ പല ആളുകളെയും നേരിൽ കാണുന്ന തിരക്കിലാണ്. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ, മീഡിയ 1.